ശ്രീ ആർ വി ബാബുവിലേക്കാണ്. ശ്രീ ആർ വി ബാബു, ഇപ്പോൾ അധ്യാപകരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഒക്കെ പല ചടങ്ങുകളിലായി പലപ്പോഴും നമുക്ക് ചെയ്യാറുള്ളതാണ്, നമുക്ക് കണ്ടിട്ടുള്ളതാണ്, നമ്മൾ അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്ന ആളുകളുമാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ കാൽ കഴുകി പൂവിട്ട് പൂജിക്കുന്ന തരത്തിലേക്ക് വിദ്യാലയങ്ങളിൽ അധ്യാപക പൂജ അല്ലെങ്കിൽ ഗുരുപൂജ നടത്തേണ്ടുന്ന, പാദപൂജ നടത്തേണ്ടുന്ന ഒരു സാഹചര്യം അതെന്താണ്? നമ്മുടെ ഗുരുപൂർണിമ ദിവസം കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും വ്യാപകമായി നടന്നു വരുന്ന ഒരു ചടങ്ങാണ് ഗുരുപൂജ ആഘോഷം എന്നുള്ളത്, ഗുരുപൂജ നടത്തുക എന്നുള്ളത്. അത് ആശ്രമങ്ങളിൽ, മഠങ്ങളിൽ, സന്യാസി ആശ്രമങ്ങളിൽ, സന്യാസി മഠങ്ങളിൽ, അതേപോലുള്ള ഗുരുപരമ്പരകളിൽ, അതേപോലെ ആ ഭാരതീയ സംസ്കാരത്തെ അഭിമാനിക്കുന്ന സ്ഥാപനങ്ങളിൽ, വിദ്യാലയങ്ങളിലൊക്കെ ഭാരതം മുഴുവൻ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന പരിപാടിയെക്കുറിച്ചിട്ടാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ. കേരളത്തിൽ തന്നെ ഇപ്പോൾ ഈ ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമൊന്നുമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും വിദ്യാനികേതൻ സ്കൂളുകളിൽ ഈ ചടങ്ങ് നടന്നിട്ടുണ്ട്. വ്യത്യസ്ത രീതികളിലായിരിക്കും നടന്നിട്ടുണ്ടാവുക. ചിലയിടത്ത് പാദപൂജ എന്നുള്ളതിലേക്ക് നടത്തിയിട്ടുണ്ടാവും, ചിലയിടത്ത് പൂക്കളർപ്പിച്ചുകൊണ്ട് ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങ് നടത്തിയിട്ടുണ്ടാവും. പല രീതിയിൽ അത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഗുരുവിനെ മാതാപിതാ ഗുരു ദൈവം എന്ന സങ്കല്പത്തിൽ ആണ് നമ്മുടെ പഴയകാലം മുതൽ നമ്മുടെ ഇതിഹാസങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെയൊക്കെ പകർന്നു കിട്ടിയ സംസ്കാരം, ഭാരതത്തിലെ ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്ത സംസ്കാരം എന്ന് വെച്ചാൽ ഗുരു സങ്കല്പത്തെ ആ നിലയ്ക്ക് സാക്ഷാൽ ഈശ്വരന് തുല്യൻ, അതല്ലെങ്കിൽ ഈശ്വരനേക്കാൾ മേലെ പ്രതിഷ്ഠിക്കുന്ന ഒരു പാരമ്പര്യം, ഒരു സംസ്കാരം ഭാരതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വന്തം അച്ഛനെയും അമ്മയെയും പൂജിക്കുന്ന പോലെ, ആദരിക്കുന്ന പോലെ, നമിക്കുന്ന പോലെ ഗുരുവിനെയും ആദരിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ ആർ വി ബാബു, ഗുരുപൂർണിമ ദിവസം ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഇപ്പോൾ ആദരിക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമല്ലേ? ഇവിടെ പൂജയാണ് നടക്കുന്നത്, അതും പാദപൂജ. നമ്മൾ ആദരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ബഹുമാനിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഇപ്പോൾ ഷോൾ അണിയിച്ചൊക്കെ ആദരിക്കുന്ന ചടങ്ങുകളൊക്കെ നമ്മൾ എത്രയോ കാണുന്നതാണ്. ഇവിടെ കുട്ടികളെ കൊണ്ട് പാദപൂജ നടത്തിക്കുകയാണ്. ഈ പാദം കഴുകുന്നു, അതിനുശേഷം പൂവിടുന്നു, തൊഴുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത്? അതും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കാലഘട്ടത്തിലൊന്നും ഒരു പ്രത്യേകതയൊന്നുമില്ലെന്ന്. കുട്ടികളിൽ സ്വന്തം ഗുരുക്കന്മാരോട് ആദരവും ബഹുമാനവും ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ്. കാരണം അവർക്ക് കുഴിമാടം തീർക്കുകയും അവരെ പ്രിൻസിപ്പാളിനെയും ഒക്കെ നായിൻ്റെ മോനെ എന്ന് വിളിപ്പിക്കുകയും കുട്ടികളെ കൊണ്ട് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളിൽ സ്വന്തം ഗുരുക്കന്മാരെ പൂജിക്കാനും ആദരിക്കാനും ഉള്ളൊരു സംസ്കാരം വളർത്തിയെടുക്കുക. ഇപ്പോൾ കാലിൽ തൊട്ട് വന്ദിക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ പഴയകാലം മുതലുള്ളൊരു സംസ്കാരമാണ്. എത്രയോ കാലമായിട്ട് ഇപ്പോൾ പിണറായി വിജയൻ്റെ കാല് തൊട്ട് വന്നിരിക്കുന്ന എത്രയോ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണണം. അച്യുതാനന്ദൻ്റെ കാല് തൊട്ട് വന്നിരിക്കുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അത്തരം ചിത്രങ്ങൾ. കാരണം അത് ആരും തെറ്റല്ല, അതൊന്നും തെറ്റല്ല. കാരണം മുതിർന്നവരെ കാണുമ്പോൾ അതൊക്കെ വ്യക്തിപരമായി ഓരോരുത്തർ ചെയ്യുന്നതല്ലേ ശ്രീ ആർ വി ബാബു? ഇതിപ്പോൾ ഒരു വിദ്യാലയത്തിൽ നടക്കുകയാണ്, ഒന്നിലേറെ വിദ്യാലയങ്ങളിൽ നടക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ സംശയം ചോദിക്കുന്നത്. അതിലെന്താ തെറ്റ്? സ്വന്തം അച്ഛനെ വന്ദിക്കുന്നതിൽ തെറ്റുണ്ടോ? സ്വന്തം അമ്മയുടെ കാല് തൊട്ട് വന്ദിക്കുന്നതിൽ തെറ്റുണ്ടോ? അതേപോലെ തന്നെയാണ് സ്വന്തം ഗുരുവിൻ്റെ കാല് തൊട്ട് വന്ദിക്കുന്നതിലും തെറ്റ് കാണേണ്ടതില്ല. കാരണം ഇവിടെ ഭാരതം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അപ്പോൾ സ്വന്തം വിദ്യാർത്ഥികളെ ഗുരുവിനെ, ഈശ്വരനെ പോലെ കണ്ട് ആരാധിക്കണം. ആ ഒരു മനോഭാവമാണ് വളർത്തുന്നത്. കുട്ടികളിൽ ആ മനോഭാവം വളർത്തുക. ആ മനോഭാവം വളർത്തിക്കൊണ്ട് കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തുക. മറിച്ച് അധ്യാപകൻ്റെ കുഴിമാടം തീർക്കാനല്ലല്ലോ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അധ്യാപകൻ്റെ കൈവെട്ടണം എന്നല്ലല്ലോ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്. അധ്യാപകൻ്റെ കാല് തൊട്ട് വന്നിക്കുന്നത് മഹാപരാധമാണ്, ആ കുട്ടികളുടെ ആത്മാഭിമാനം ചോർത്തിക്കളയുന്നതാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രശ്നം അതവിടെയല്ല. പ്രശ്നം ഈ ഭാരതീയ സംസ്കാരത്തോടും ഭാരതീയ സംസ്കൃതിയോടും ഒക്കെയുള്ള ഒടുങ്ങാത്ത വെറുപ്പും പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്നവർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അവർക്ക് ഗണപതി മിത്താണ് എന്ന് തോന്നും. അവർക്ക് ക്ഷേത്രത്തിൽ പോകുന്ന സ്ത്രീകൾ പോകുന്നത് അവരുടെ നഗ്നശരീരം കാണിക്കാനാണെന്ന് പറയും. അവർക്ക് സരസ്വതിയെയും അതേപോലെ അയ്യപ്പനെയും ഒക്കെ വികൃതമായി വരച്ചു വെക്കുന്നതിൽ അവർ ആനന്ദം കാണും. അവർ വിദ്യാലയങ്ങളിൽ ലൈംഗികതയെ അശ്ലീലമായി ചിത്രീകരിച്ച് വിദ്യാർത്ഥികളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. ഇത്തരം ആളുകളൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കൃതിയെ നശിപ്പിക്കാനാണ്. അവർക്ക് ഭാരതീയ സംസ്കാരത്തോടുള്ള എതിർപ്പാണ് അവർ പ്രകടിപ്പിക്കുന്നത്.
അപ്പം അതുകൊണ്ട് ഈ നടന്ന പരിപാടി രക്ഷകർത്താക്കൾ, നിങ്ങൾ ഏതെങ്കിലും ഈ നടന്ന പരിപാടികളിൽ ഏതെങ്കിലും ഒരു സ്കൂളിലെ രക്ഷകർത്താവിനെ നിങ്ങൾ കണ്ടിരുന്നോ? ഈ ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികളെ കണ്ടിരുന്നോ? ആ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ, ആ രക്ഷകർത്താക്കളിൽ ആരെങ്കിലും ഒരാൾ ഇത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ രക്ഷകർത്താക്കളിൽ ആരെങ്കിലും ഒരാൾ ഞങ്ങളെ കൊണ്ട് നിർബന്ധമായിട്ട് ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ആസൂത്രിതമായി ബോധപൂർവമായി നടത്തുന്ന ഒരു പ്രചരണമാണ്. ഇത് ഭാരതത്തിൻ്റെ സംസ്കാരത്തോടും നമ്മുടെ സംസ്കൃതിയോടും നടത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയാണ്, നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയാണ്. ശരി, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ആലപ്പുഴയിൽ നൂറനാട് ഇടപ്പോൺ വിവേകാനന്ദ വിദ്യാപീഠത്തിൽ നടന്നത് എന്താണ് എന്നത് താങ്കളും അറിഞ്ഞു കാണുമല്ലോ. അവിടെ BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KK അനൂപിന്റെയും പാദപൂജ നടത്തുകയാണ്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? അനുജ, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ആ സ്കൂളിൻ്റെ ഒരു ഭാരവാഹിയാണ്. ആ സ്കൂളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഭാരവാഹിയാണ് അദ്ദേഹം. BJPയുടെ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടല്ല, ആ സ്കൂളിന്റെ ചുമതലയിലിരിക്കുന്ന ഭാരവാഹികളെയാണോ ആദരിച്ചത് അതോ ഗുരുപൂജയാണോ നടക്കുന്നത്? എന്താണ് ഗുരുപൂർണിമ എന്നാണല്ലോ പറയുന്നത്. അവിടെ ഗുരുക്കളെയാണ് ആദരിക്കുന്നത്, ഗുരുക്കളുടെ പാദപൂജയാണ് നടത്തുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഭാരവാഹികളുടെ പാദപൂജയും അതിനൊപ്പം നടത്തുകയാണ്. നോക്കൂ, ഗുരു തുല്യരായിട്ടുള്ള ആളുകളുടെയൊക്കെ പാദപൂജ ചെയ്യുക അല്ലെങ്കിൽ അവരെ നമസ്കരിക്കുക എന്നുള്ളത് ഒരു നല്ല സംസ്കാരമല്ലേ? നമ്മുടെ മുതിർന്നവരെ ആദരിക്കുക, നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കുക, അത് ഇതൊരു അടിമത്ത മനോഭാവം ഉണ്ടാക്കുന്ന പറയുന്നത്. വർഷത്തിലൊരിക്കൽ ഒരു ചടങ്ങ് നടത്തിയാൽ അടിമത്ത മനോഭാവം ഉണ്ടാക്കുന്നു. അടിമത്ത മനോഭാവം ഉണ്ടാക്കുന്നത് വേറെ പല ചടങ്ങിലൂടെയാണ്. അങ്ങനെ അടിമകളാക്കപ്പെട്ടവരാണ് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുടെ സംശയം. ശ്രീ RV ബാബു, ഈ കാൽ കഴുകി ഇങ്ങനെ പൂജിക്കുന്ന ചടങ്ങ് എന്നൊക്കെയുള്ളത് അത് യഥാർത്ഥത്തിൽ എവിടെ നിന്ന് വരുന്നതാണ്? അത് ഇതിനു മുൻപ് വളരെ നൂറ്റാണ്ടുകൾക്ക് പിന്നോട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അതൊരു ബ്രാഹ്മണിക്കൽ ഒരാചാരം എന്ന തരത്തിലേക്കാണ്. നമ്മൾ നൂറ്റാണ്ടുകളൊന്നും പിന്നോട്ട് പോകേണ്ടതില്ല, പക്ഷേ ആ തരത്തിലേക്കാണ് നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. ഈ പാദം കഴുകി പൂവിട്ട് പൂജിക്കുക എന്നൊക്കെ പറയുന്നത് എവിടെ നിന്നാണത് വരുന്നത് ശ്രീ RV ബാബു? നമ്മൾക്ക് ആദരിക്കാൻ ഈ ഒരു മാർഗമാണോ ഉള്ളത്? ഞാനിതുവരെ ഈ ചോദ്യം വരാത്തത് എന്താണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം നെയ്റോസ്റ്റിൽ വരെ, അതായത് നമ്മുടെ മസാല ദോശയിൽ വരെ ബ്രാഹ്മണിക്കൽ ഹെജുമണി കൊണ്ടുവന്ന നാടാണ് കേരളം. മറ്റേ വെജിറ്റേറിയൻ ഭക്ഷണത്തിലും ബ്രാഹ്മണിക്കൽ ഹെജുമണി കൊണ്ടുവന്ന നാടാണ് കേരളം. അപ്പോൾ ഈ ആരോപണം എന്താ വരാത്തതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആദ്യം തന്നെ നമ്മുടെ പൗരാണിക, ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് മറുപടി ഇനിയും പറയേണ്ടി വരും. ആരാണ് ബ്രാഹ്മണൻ എന്നുള്ളതിനൊക്കെ വളരെ വിശദമായ വിശദീകരണങ്ങൾ നമ്മുടെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ നൽകിയിട്ടുണ്ട്. ആരാണ് ബ്രാഹ്മണൻ? ഇന്നത്തെ ജാതി വ്യവസ്ഥയിൽ പൂണൂലിട്ടവനെ അല്ല മാഷെ ബ്രാഹ്മണൻ എന്ന് വിളിച്ചിരുന്നത്. വിദ്യയുള്ളവൻ, വിജ്ഞാനം സ്വായത്തമാക്കിയവൻ, ക്ഷമയുള്ളവൻ, സത്യസന്ധൻ, ഇതൊക്കെ മഹാഭാരതത്തിലെ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വേണ്ടി വന്നാൽ അത് ഉദ്ധരിക്കാൻ തയ്യാറാണ്. വിജ്ഞാനിയായിട്ടുള്ള ഒരാള്, യാഥാർത്ഥ്യത്തെ തമസ്കരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ അതാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. അങ്ങനെ അല്ല, വിദ്യാഭ്യാസമുള്ള ഏതൊരാളെയും പൂജിക്കുന്ന കാഴ്ച താങ്കൾ എവിടെയാണ് കണ്ടത്? വിദ്യാഭ്യാസമുള്ള ഏതൊരാളെയും പൂജിക്കുന്ന ചടങ്ങ് ഇതിഹാസങ്ങളിലുണ്ട്. അല്ല, ഇതിഹാസങ്ങളല്ലല്ലോ, ആരായിരുന്നു? നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് ഊന്നിയല്ലേ സംസാരിക്കേണ്ടത് ശ്രീ RV ബാബു? നമ്മളുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നടന്നിട്ടുള്ള അനാചാരങ്ങൾ അത് ആചാരങ്ങളായി മാറുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിഹാസത്തിൽ എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ചല്ലല്ലോ ചർച്ച. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ മാതാ അമൃതാനന്ദമയി ബ്രാഹ്മണ സ്ത്രീയാണോ? അമൃതാനന്ദമയിയുടെ കാല് തൊട്ട് വന്നിരിക്കുന്ന എത്രയോ ആളുകളെ കാണാം. അവരൊക്കെ വലിയ വലിയ ഉയർന്ന ജാതിയിൽപ്പെട്ടവരോ ഉയർന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരാ. അവരൊക്കെ മാതാ അമൃതാനന്ദമയിയുടെ കാല് തൊട്ട് വന്നിരിക്കുന്നത് അവർ ബ്രാഹ്മണ സ്ത്രീ ആയതുകൊണ്ടാണോ? ആണോ? ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ആരോപണങ്ങൾക്കൊന്നും നിങ്ങൾ ഈ പറയുന്നതിലൊന്നും യാതൊരു വസ്തുതയില്ല, ഒരു വസ്തുതയില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. നിങ്ങളുടേത് വെറും ഈ സംസ്കാരത്തോടും സംസ്കൃതിയോടുമുള്ള നിഷേധാത്മകമായ ഭാവമാണ്.